നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. ഞാൻ പറയാൻ പോകുന്നത് തല്ലും പിടി അടിയെ പറ്റിയൊന്നുമല്ല. ഈ ബാർട്ടർ സമ്പ്രദായം പരിചയമുണ്ടല്ലോ. ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുക, മാങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങുക. അപ്പോൾ ബാർട്ടർ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്ന കണ്ണൂരിലെ ഒരു ചായക്കടയുടെ വിശേഷങ്ങളിലേക്കാണ്. ഇനി 3 തേങ്ങ നൽകിയാൽ പകരം വയറ് നിറയെ പൊറോട്ടയും കറിയും കഴിക്കാം. പഴമയുടെ സൗന്ദര്യം ആവോളമുള്ള കണ്ണൂർ പാനൂരിലെ വേറിട്ട ചായക്കടയുടെ കാഴ്ചകളിലേക്കാണ് സജോ ദേവസ്യ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിനിമയത്തിന് പണമല്ലാതെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന രീതി, അതായത് കൈവശം അധികമുള്ള വസ്തുക്കൾ കൊടുത്ത് മറ്റൊന്ന് സ്വീകരിക്കുന്ന പഴയ സമ്പ്രദായം. കണ്ണൂരിൽ ഈ കാലത്തും ബാർട്ടർ സമ്പ്രദായം തുടരുന്ന ഒരു കൊച്ചു ചായക്കടയിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത്. പഴമയുടെ സൗന്ദര്യവും സുഗന്ധവുമുള്ള നാട്ടിൻപുറത്തെ ഒരു കൊച്ചു ചായക്കടയുടെ വിശേഷങ്ങളിലേക്ക്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പാട്ടുകാരനല്ല കേട്ടോ, പക്ഷേ ഈ വൈബ് കിട്ടിയാൽ ആരാണ് പാടാത്തത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ കണ്ണൂർ കോഴിക്കോട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന പാനൂരിനടുത്തുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 4 തേങ്ങയുണ്ട്. 4 തേങ്ങയായിട്ട് നേരെ ആ ചായക്കടയിലേക്ക് പോവുകയാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ബാർട്ടർ സമ്പ്രദായമാണ്. 3 തേങ്ങ കൊടുത്താൽ പൊറോട്ട, കപ്പപ്പുഴുക്ക്, ചായ എന്നിവ കിട്ടും. അപ്പോൾ ആ വിശേഷങ്ങൾ നേരെ പോകാം, കാണാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പാനൂർ തിരുത്തിയിലെ ശ്രീധരേട്ടന്റെയും ശോഭേച്ചിയുടെയും കട. ശ്രീധരേട്ടാ, ഞാൻ 4 തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫുഡ് തരുമോ? എന്താ ഉള്ളത്? 2 പുയ്ക്കും തരും, 4 പൊറോട്ട തരും. 4 തേങ്ങ കിട്ടും. ഈ തേങ്ങ തരും. അപ്പൊ ഓക്കെയല്ലോ അത്. ശ്രീധരേട്ടാ ഒരു ചായ. ഇത് രാവിലെ ഒരു 5:30 ചായയും, അന്നേരം പുട്ട്, പഴം, പപ്പടം, മിക്സർ, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഉണ്ടാവും. രാവിലെ ഇവിടെ പൊറ്റ കാള വിറ്റ് ഇത് ഒരു 9 നമ്മൾക്ക് പുയ്ക്ക് പൊറോട്ട. അല്ല, കൊണ്ടുകൊണ്ടേ ഇല്ല. ഒരുപാട് 10 വർഷമായി കട. അപ്പം എന്നെക്കാട് മുമ്പിൽ ഒരാൾ ചെയ്തു. 25 വർഷമായി ഇവിടെ. അതിന് മുമ്പേ ഒരാൾ വേറെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ തേങ്ങയുടെ കഥ എന്താ? ആ തേങ്ങ തേങ്ങ കൂടുന്നെല്ലാം തേങ്ങ നമുക്ക് കൊണ്ടത്തരും. നമ്മൾ ചായ കൊടുക്കും. ഒരു 3 തേങ്ങ എന്നാൽ ഒരു പിക്ക്, ഒരു പാട്ട്, ഒരു ചായ അല്ല 60 രൂപ ആവും. 3 തേങ്ങയ്ക്ക് ഇപ്പോൾ 45. ഇവിടുത്തെ ഭക്ഷ്യവിഭവം മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇവിടെ ഈ കടയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ പേരുകളൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ഇവിടെ എഴുതാം. അത്ര വ്യക്തമായിട്ട് തെളിഞ്ഞോന്ന് അറിയില്ല. 24 എന്നാണ് കേട്ടോ എഴുതിയത്. അതും ഇവിടുത്തെ ഒരു ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിഞ്ഞൊക്കെ വരുന്നവരൊക്കെ ഇവിടെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കുക. പഴയ കാലത്തെ ഒരു രീതിയാണ്. അത് ഈ കടയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ പണിക്ക് വരുന്ന രാവിലെ തേങ്ങ മറിക്കുന്ന കൃഷിക്കാരൻ രാവിലെ 6:30 എത്തും. 6:30 ചായയും കുടിച്ചിട്ട് രാവിലെ അന്നേരം പുട്ട്, പഴം, പപ്പടം അങ്ങനത്തെ രാവിലെ ഉണ്ടാവും.
ഇത് ഇതാണ്ടിക്ക് ഒരു 9 മണിയായാലാണ് ഈ പുയ്ക്കും പൊറോട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഇഷ്ടംപോലെ ആൾക്കാർ വരും, പാർസൽ കൊണ്ടുപോകും. എന്താണ് ഇതിന്റെ രഹസ്യം? ശ്രീധരേട്ടൻ സ്നേഹം ചേർത്ത് കൊടുക്കുന്നതാണ്. എന്താണ് അതിന്റെ രഹസ്യം? അതിന് ടേസ്റ്റ് കൊണ്ട് പണ്ടേയുള്ള നമ്മൾ പുയ്ക്ക് ഇങ്ങളാണ്ടിൽ എല്ലാവർക്കും കായ്, കപ്പ, കടല അത് ചേർത്ത് മിക്സാക്കിയിട്ട് അവിടെ ചേർത്തിട്ട് അതാണ് അത് ഇഷ്ടം പറ്റും. പിന്നെ നമ്മളിത് നമ്മുടെ കൈപ്പുണ്യം കൂടെ ചേരുമ്പോൾ കൈപ്പുണ്യം കൂടി ചേരുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ വിറക് അടുപ്പിലാണ്, വേറെ ഗ്യാസും കാര്യമൊന്നുമില്ല. എല്ലാം മടലാണ്, പൊറോട്ട ഇടുന്നത് മടലിലാണ്, എല്ലാം അടുപ്പിലാണ്, വിറക് കൊള്ളി വെച്ചിട്ടാണ് എല്ലാം കത്തിക്കുന്നത്. പിന്നെ നമ്മൾ പണ്ടേ ഗ്യാസും കാര്യമൊന്നുമില്ല, എല്ലാം നമ്മൾ രാവിലെ വന്നിട്ട് ചെയ്തിട്ട് 2 മണി നമ്മൾ തീരും. ബാക്കിയുള്ള സാധനം വെക്കൽ അങ്ങനത്തെ ഫ്രിഡ്ജും കാര്യമൊന്നുമില്ല, എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാം ഫ്രഷ് അങ്ങനെ നേരം കൊടുക്കുന്നത്. 2 പേരേ ഉള്ളൂ അല്ലേ? 2 പേരേ ഉള്ളൂ. അത്ര മാത്രമേ നമ്മൾ പിന്നെ ഇവിടുന്ന് തന്നെയാണ് എല്ലാം കപ്പ എല്ലാം ഇവിടുത്തെ സാധനമാണ് തേച്ചു. ഇവിടുന്ന് കൃഷി വിള ചെയ്ത സാധനം പഴങ്ങളെല്ലാം. അതായത് പുറത്തുനിന്ന് ഇവിടെ ഒന്നും വരുന്നില്ല, എല്ലാം ഇവിടുന്ന് ആക്കുന്നത്. ചായക്കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു അനുഭവമായി മാറുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ്. പ്രകൃതി ഭംഗിയും ഗ്രാമീണ നന്മയും ഒക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു മടങ്ങാം. ആഹാ അന്തസ് എന്നൊക്കെ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കടൂർ. അപ്പോൾ ഏതായാലും ശ്രീധരേട്ടൻ്റെ ചായക്കട കണ്ടവരുടെ എല്ലാവരും കമൻറ്റ് ഇത് കൊള്ളാലോ എന്നുള്ളതാണ്. എനിക്കും അതാണ് തോന്നിയത്. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു ആംബിയൻസിലൊരു കട എന്തായാലും ഉറപ്പായി അവിടെ പോയി കഴിക്കണം. ഒപ്പം സജോയുടെ പാട്ട് കൂടെ ഉണ്ടെങ്കിൽ രസമാണ്. സജോ പാട്ടുകാരനാണെന്നും നമ്മൾ ഈ സ്റ്റോറിയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു.